ബാബറി മസ്ജിദിനെ ഒടുവിൽ പാകിസ്ഥാനും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ദഹിക്കില്ല. കള്ളം പറയുകയാണ്, സംഘി ചാനൽ വന്ന് കള്ളം പറയുന്നു എന്ന് പറയും. അങ്ങനെയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഏറ്റവും പുതിയ വാർത്തയാണ്. ഈ വാർത്ത ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് ലാഹോർ. ലാഹോർ പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറിയം റഷീദാണ്. പഞ്ചാബ് സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു, ഈ ബാബറി മസ്ജിദ് എന്ന പേരിൽ ഒരു സ്ഥലം വേണ്ട. ബാബറി മസ്ജിദിൻ്റെ പേരിൽ അവിടെ ഒരു സ്ഥലമുണ്ട്. ബാബറി മസ്ജിദ് ചൗക്ക് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ബാബറി മസ്ജിദ് ചൗക്ക്, ബാബറി മസ്ജിദിൻ്റെ പേരിലുള്ള സ്ഥലം എന്ന് പറയാം. ഇപ്പോൾ സ്ക്വയർ എന്നൊക്കെ പറയത്തില്ലേ, വഞ്ചി സ്ക്വയർ, സഹോദരൻ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ ബാബറി മസ്ജിദ് ചൗക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഇനി മുതൽ ബാബറി മസ്ജിദ് ചൗക്ക് അറിയപ്പെടുന്നത് ജെയിൻ മന്ദിർ ചൗക്ക് എന്നായിരിക്കും. ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പേരല്ല കേട്ടോ, ഒരു ജെയിൻ ക്ഷേത്രത്തിൻ്റെ പേര് ജെയിൻ മന്ദിർ ചൗക്ക്, ജെയിൻ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം എന്ന് മാറ്റി. ഇത് വല്ലാത്ത അത്ഭുതം തോന്നും അല്ലേ? ഇപ്പോൾ പേരുമാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളൊക്കെ ചാടി വീഴും. നരേന്ദ്രമോദി വന്നതിന് ശേഷം പല സ്ഥലങ്ങളുടെയും പേരങ്ങൾ മാറ്റുകയാണ്. പ്രയാഗ്രാജ് എന്നുള്ള പേര് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ പല ജൻപത്, കർത്തവ്യ പതാക്കി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുമാറ്റം ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. എന്തിന്? ജോർജ് ആറാമൻ്റെ പ്രതിമ ഡൽഹിയിൽ ഇരുന്ന് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് പ്രതിമ വെക്കാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അപ്പോൾ പേരുമാറ്റം മാത്രമാണ് സംഘികളുടെ ജോലി, ഇവർക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ കാണണം, നിങ്ങളുടെ മനസ്സിലെ മാതൃരാജ്യമായ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം സ്ഥിതി ചെയ്യുന്ന ലാഹോർ ഉൾപ്പെടുന്ന പഞ്ചാബ് പ്രവിശ്യയാണ് പാകിസ്ഥാനിലെ ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശം. ആ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, ഇങ്ങനത്തെ പേരുകൾ ഇനി വേണ്ട. പഴയ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന ഹിന്ദു പേരുകൾ ഉൾപ്പെടെയുള്ള പേരുകൾ മതി ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ബാബറി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ചില ആളുകൾക്ക് ചോര തിളയ്ക്കും. കാരണം ബാബർ എന്ന് പറയുന്ന വിദേശ ആക്രമണകാരി ഇന്ത്യയിലെ ജനങ്ങളുടെ, കോടാനുകൂടി ജനങ്ങളുടെ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച ആ സ്ഥലത്തെ ക്ഷേത്രം തകർത്ത് അതിനും മീതെ ഉണ്ടാക്കിയെടുത്ത അധിനിവേശത്തിൻ്റെ പ്രതീകമായിരുന്നു ബാബറി മസ്ജിദ്. ആ ബാബറി മസ്ജിദ് നീക്കം ചെയ്ത് പഴയ പൗരാണിക ക്ഷേത്രം, ശ്രീരാമൻ ജനിച്ച ഒരു സ്ഥലമേ ഉള്ളൂ, അത് വീണ്ടെടുക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആവശ്യമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്താണ്. അവിടെ ഹിന്ദുവിന് ആരാധിക്കാൻ വിഗ്രഹമുള്ളൊരു സ്ഥലം വേണം. എന്നാൽ സെമറ്റിക് മതങ്ങളിൽപ്പെട്ട ഇസ്ലാമിന് ആരാധിക്കാൻ ഒരു വിഗ്രഹമില്ലാത്തതുകൊണ്ട് എവിടെയും പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണല്ലോ വഴി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ക്ഷേത്രത്തിന് ഉള്ള ഒരു പവിത്രത ഒരു മസ്ജിദിനില്ല. കാരണം അതൊരു പ്രാർത്ഥനാ ഹാൾ മാത്രമാണ്. അതുകൊണ്ട് ബാബറി പള്ളി വേണമെങ്കിൽ മാറ്റിവെച്ചാൽ കൊള്ളാം, മാറ്റിവെച്ച് ഹിന്ദുക്കളുടെ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കണമെന്ന് അഭിപ്രായമുള്ള ഒരുപാട് മുസ്ലിമുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ആളുകൾ അവരെ കുത്തിത്തിരിപ്പിച്ചാണ് ഈ പ്രശ്നമുണ്ടാക്കിയതെന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രശസ്ത ചരിത്രകാരനായ കെ മുഹമ്മദ് എന്ന മുസ്ലിം, ദീനിയായ മുസ്ലിം. അദ്ദേഹം പറഞ്ഞിരുന്നു, ഹിന്ദുക്കൾക്ക് അത് വിട്ടുകൊടുക്കണം, ഹിന്ദുക്കൾക്ക് രാമൻ ജനിച്ച സ്ഥലം എന്ന് അവർ വിശ്വസിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അവിടെ നമ്മുടെ പള്ളി എന്തിനാണ്, നമ്മുടെ മസ്ജിദ് എന്തിനാണ്, നമ്മുടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു ഹാള് മാത്രമാണ്, നമുക്ക് എവിടെയും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ മലയാളിയാണ്, കോഴിക്കോടുകാരനാണ് അദ്ദേഹം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് ബാബറി പള്ളി ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞ് പുനഃസ്ഥാപിക്കും, 2047 അധികാരം പിടിച്ചെടുക്കും, എന്നിട്ട് ഞങ്ങൾ ബാബറി പള്ളി വീണ്ടും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രീരാമക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ ബാബറി പള്ളി ഉണ്ടാക്കുന്നതാണ് ഈ കൂട്ടർ എല്ലാ ഡിസംബർ 6 പോസ്റ്റർ എഴുതി വെക്കുന്നത്. അതൊക്കെ ഓരോ സ്വപ്നമാണ്. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്, നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത്, നരേന്ദ്രമോദി ഇന്ത്യയിൽ പേര് മാറ്റിയപ്പോൾ വലിയ കുഴപ്പം എന്ന് പറഞ്ഞ ആളുകൾ കേൾക്കണം. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാൻ പറയുന്നു, നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണ് പഴയ പേരുകൾ, അതുകൊണ്ട് പഴയ പേരുകൾ കൊണ്ടുവരണം. ഈ പുതിയ പേരുകൾ, ചരിത്രപരമായ പേരുകൾ മാറ്റുന്നത് ചരിത്രത്തെ തമസ്കരിക്കലാണ് എന്ന് ബീക്കൺസ് സർവകലാശാലയിലെ പ്രൊഫസറായ സാദ് മാലിക് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ ഈ പേരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാർ തീരുമാനിച്ചു പേര് മാറ്റുകയാണ്. അപ്പം മോദിയെ തെറിപറഞ്ഞ് BJP യെ തെറിപറഞ്ഞ് നടന്ന ആളുകൾ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇതൊന്ന് കാണണം, ഇതൊന്ന് കേൾക്കണം, ഇതറിയണം. ഞാനിപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഡൽഹിയിലേക്ക് പോകുന്നൊരു തീവണ്ടിയുണ്ട്. തീവണ്ടിയുടെ പേരെന്താണെന്നറിയോ? തിരുവനന്തപുരം നിസാമുദ്ദീൻ. ഞാൻ ആലോചിച്ചുകൊണ്ട് ഏതാണ് ഈ നിസാമുദ്ദീൻ? ഏതെങ്കിലും നിസാമുദ്ദീൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്? അല്ലെന്നേ, ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നിസാമുദ്ദീൻ എന്നാണ്. എന്തിന്?
നമ്മുടെ നളന്ദ സർവകലാശാല തീ വെച്ച് നശിപ്പിച്ച അക്രമകാരിയുടെ പേരിൽ നമുക്കൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇന്നും നമ്മൾ മാറ്റിയിട്ടില്ല. മോദി കുറേയൊക്കെ മാറ്റി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച, രാജ്യത്തിൻ്റെ പൈതൃകം നശിപ്പിച്ച ആളുകളുടെയൊക്കെ പേരിൽ ഒരുപാട് ആളുകൾ, തീവണ്ടികൾ ഓടുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് നമുക്ക് നമ്മുടെ പൈതൃകത്തെ, ചരിത്രത്തെ തിരുത്തുന്ന പേരുകൾ വേണ്ട എന്ന് പറഞ്ഞ് കുറേ പേരുകൾ അങ്ങോട്ട് മാറ്റി. ഇസ്ലാംപുര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാറ്റി. എന്താണെന്നറിയോ? പുതിയ പേര് അല്ലെങ്കിൽ പഴയ പേര്. പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന പേർ, പാകിസ്ഥാൻ ഉണ്ടാവുന്നതിന് മുമ്പ് 1947 മുമ്പ് ഉണ്ടായിരുന്ന പേര് ഇസ്ലാംപുരയ്ക്ക് കൃഷ്ണനഗർ എന്നായിരുന്നു. സുന്നത്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് അവർ സാന്ത് നഗർ എന്ന് മാറ്റി. മുസ്തഫാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ധർമ്മപുരം എന്നാണ് മാറ്റിയിരിക്കുന്നത്. ധർമ്മപുര. ഇനി റഹ്മാൻ ഗലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് ഏറ്റവും കൗതുകം. ബാബറെ എടുത്ത് തൊട്ടിക്കളഞ്ഞിട്ട് അവർ റഹ്മാൻ ഗലിക്ക് ഇട്ടിരിക്കുന്ന പേരെന്താ അറിയോ? റാം ഗലി. ഇവിടെ രാം എന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട് തോന്നുന്ന ആളുകൾ അറിയണം, നിങ്ങളുടെ പാകിസ്ഥാനിൽ റഹ്മാൻ ഗലി മാറ്റിയിട്ട് റാം ഗലി എന്നാക്കി. ഈ അടുത്ത കാലത്താണ് വളരെ സങ്കടകരമായൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ തൃപ്രയാർ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ, തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ. ഈ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ ഒരു അലങ്കാര ഗോപുരവാതിലുണ്ടായിരുന്നു. അവിടെ ശ്രീരാമൻ്റെ ചിത്രമുണ്ടായിരുന്നു. അതിൽ കരിവാരി പൂശി, അഴുക്കുവാരി പൂശി. സമീപകാലത്ത് ഒരു മാസത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. ഇതൊന്നും കേരളത്തിൽ ചർച്ചയാവുന്നില്ല, വാർത്തയാവുന്നില്ല. കാരണം ഹിന്ദുവിൻ്റെ ക്ഷേത്രമാണല്ലോ. അപ്പോൾ പാകിസ്ഥാനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അവിടെ ഗസിയാബാദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുഹാർപുര എന്നാണ് പേര്. ഇനി ഒരുപാട് റോഡുകളുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ ഗൻഷാവാലിയുടെ പേര് റാംലീല ഗ്രൗണ്ട് ഗലീന എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അലി ചൗക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അലി ചൗക്കിൻ്റെ പേരെന്താണെന്നറിയോ? പുതിയ പേരല്ല, പഴയ പേര്. ആ പഴയ പേര് അവർ പുനഃസ്ഥാപിച്ചു, ലക്ഷ്മി ചൗക്ക്. ഗൻഷാവാലിയുടെ പേര് റാംലീല ഗ്രൗണ്ട എന്ന് പറഞ്ഞു. ഇസ്ലാമിക് കോളേജ് റോഡ് എന്ന് പറയുന്ന റോഡിൻ്റെ പേര് കാൺപൂർ റോഡെന്നാക്കി. ഇനിയുണ്ട് ബാഗ് ഇ ജിന്ന റോഡിൻ്റെ പേര് ലൗറൻസ് ഗാർഡൻസ് റോഡെന്നാക്കി. ഫാത്തിമ ജിന്ന റോഡിൻ്റെ പേര് ക്യൂൻസ് ഗാർഡൻ എന്നാക്കി. സർ ആസാം ഖാൻ റോഡിൻ്റെ പേര് ഡേവിസ് റോഡെന്നാക്കി. അല്ലാമ അക്ബർ റോഡിൻ്റെ പേര് ജയിൽ റോഡെന്നാക്കി. ഇനി ഹമീദ് നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു തെരുവുണ്ട്. ആ തെരുവിൻ്റെ പേരെന്താക്കിയെന്നറിയോ? ടെമ്പിൾ റോഡ്. ടെമ്പിൾ റോഡ്. അപ്പോൾ ഏറ്റവും വലിയ മതവിദ്വേഷമുള്ള പാകിസ്ഥാനികൾക്ക് പോലും അവരുടെ പൈതൃകത്തിലേക്ക്, അവരുടെ ചരിത്രത്തിലേക്ക്, ലാഹോറിലുള്ള ആളുകൾക്ക് പോലും തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ച് പാകിസ്ഥാനിലെ സർക്കാർ ഇങ്ങനെ തീരുമാനമെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട കേരളത്തിലെ സുഡാപ്പികളോട്, കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ മോദി പേര് മാറ്റിയപ്പോൾ നിങ്ങൾ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. ഹിന്ദു പേരുകൾ കൊണ്ടുവരുന്നു, ഭാരതത്തിൻ്റെ മതേതരത്വം എടുത്തു കളയുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പാകിസ്ഥാനിലെ ഈ പേരുമാറ്റത്തെക്കുറിച്ച്, പാകിസ്ഥാൻ പഴയ ഹിന്ദു പേരുകളിലേക്ക്, ഭാരതീയമായ പഴയ സാംസ്കാരിക നിലവാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പറയില്ല. കാരണം പാകിസ്ഥാൻകാർക്ക് ഇങ്ങനെ മാറ്റാമെങ്കിൽ ഇന്ത്യ മാറ്റി എന്താ കുഴപ്പമെന്ന് നമ്മുടെ ആളുകൾ ചോദിക്കുമെന്നുള്ളതുകൊണ്ട് ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കും. ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്. നാളെ അത് നമ്മുടെ പത്രങ്ങളിലൊന്നും പ്രധാനപ്പെട്ട വാർത്തയായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മോദി പേര് മാറ്റുന്നതിനെക്കുറിച്ച് പ്രൈം ടൈം ഡിബേറ്റിൽ ചർച്ചയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർ. ബിനു വി ജോണിനെ പോലെയുള്ള വലിയ മാധ്യമ പ്രവർത്തകർ ഒക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ മോദി സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് ചർച്ച ചെയ്തവരാണ്. പക്ഷേ പാകിസ്ഥാനിൽ ഈ പേരുമാറ്റം നടത്തിയത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന, വാർത്തയാക്കാതിരിക്കുന്ന നിങ്ങൾ ഇന്ത്യയിലെ പേരുമാറ്റങ്ങളെക്കുറിച്ച്, ഇന്ത്യ അതിൻ്റെ പൈതൃകത്തിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനെ വിമർശിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്ന് ഇനിയെങ്കിലും ആലോചിക്കുക. ഇല്ല, ഉറപ്പായിട്ടും നിങ്ങൾ ആലോചിക്കത്തില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം അതല്ലല്ലോ. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെയും BJP ആക്രമിക്കുക, നരേന്ദ്രമോദിയെ ആക്രമിക്കുക, RSSനെ ആക്രമിക്കുക, RSS BJP മോദി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫലത്തിൽ ആക്രമിക്കുന്നത് ഭാരതത്തെയാണ്, ഭാരതത്തിൻ്റെ സംസ്കാരത്തെയാണ്. മാത്രമല്ല വിശിഷ്യ നിങ്ങളുടെ ടാർഗറ്റ് ഹിന്ദു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം വാർത്തകൾ കാണില്ല, അറിയില്ല, പറയില്ല. ഏതായാലും ഇന്ത്യ ലൈവ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ പ്രിയപ്പെട്ടവർ
ഇന്ന് തന്നെ അത് ചെയ്ത് ഞങ്ങളെ ശക്തിപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.